മലപ്പുറത്ത് റഷീദിൻ്റെ കൃഷിയിടത്തിൽ നിന്നുള്ള വിവിധ കൗതുക കാഴ്ചകളിലേക്കാണ്. അവിടെ മലയാള മണ്ണിൽ കായ്ക്കുന്ന 600-ൽ പരം വ്യത്യസ്ത ഇനം ഫലവർഗ്ഗങ്ങൾ ഉണ്ട്. ഒപ്പം തന്നെ മിറാക്കിൾ ഫ്രൂട്ടിൽ തുടങ്ങി വിദേശികളായ പലയിനം പഴങ്ങളുമുണ്ട്. ആരെയും കൊതിപ്പിക്കുന്ന ആ അത്ഭുത കാഴ്ചകൾ ഒന്ന് കണ്ടതിന് ശേഷം മടങ്ങിയെത്താം. നമ്മൾ ഇന്നുള്ളത് മലപ്പുറത്തെ റഷീദ് ഖാൻ്റെ തോട്ടത്തിലാണ്. ഇവിടെ ഈ കനത്ത ചൂടാണെങ്കിൽ പോലും പല വെറൈറ്റി ഫ്രൂട്ടുകൾ ഇവിടെ കാണാൻ കഴിയും. അതും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പലതരം പഴങ്ങളാണ് അദ്ദേഹം ഇവിടെ കൃഷി ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റ് വിൽപ്പനയ്ക്കായി വളർത്തി വരുന്നതും. എങ്ങനെയാണ് നമ്മളെ ഈ ഒരു തോട്ടത്തിലേക്ക് എത്തുന്നതും ഇവിടെ എന്തൊക്കെ വെറൈറ്റി ഫ്രൂട്ടുകളാണുള്ളത്? ഇവിടെ പിന്നെ ഏകദേശം ഒരു 600ഓളം വെറൈറ്റി ഫ്രൂട്ടുകൾ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 15-17 വർഷമായി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൽ റംബുട്ടാനൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അതിന് ശേഷം റംബുട്ടാൻ കായ്ച്ചതോട് കൂടിയിട്ടാണ് നമ്മൾ അടുത്തൊരു ഫ്രൂട്ട്സിലേക്ക് ചിന്തിച്ച് തുടങ്ങിയത്. അങ്ങനെ ഏകദേശം പല കൺട്രീസിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കാണുന്ന ഫ്രൂട്ട്സ് പഴങ്ങൾ വാങ്ങിയിട്ട് അതിൻ്റെ കൊടുന്ന് സീഡ് കൊടുന്നിട്ടിട്ടും, അതേപോലെ ഞാൻ പുറത്തുനിന്ന് കുറേ സീഡുകൾ കൊടുന്ന് മുളപ്പിച്ച് നല്ല തൈകളായപ്പോൾ അത് പല ആൾക്കും എക്സ്ചേഞ്ച്, അതായത് പണ്ടത്തെ ബാർട്ടർ സിസ്റ്റത്തിൽ കൂടെയാണ് എനിക്ക് കൂടുതൽ കളക്ഷനായത്. കാരണം എൻ്റെ പോലെ ഉള്ള കേരളത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നമ്മളിത് കൊടുക്കുമ്പോൾ അവരെ വെറൈറ്റികൾ നമുക്ക് തരും. അങ്ങനെയൊക്കെയാണ് ഇത്രയും കളക്ഷനായത്. ഒരുപാട് ഏകദേശം ഇപ്പോൾ ഒരു 150-200ഓളം വെറൈറ്റി ഫ്രൂട്ടുകൾ ഇപ്പോൾ ഇവിടെ കായ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മളെ കേരളത്തിലെ മണ്ണ് ഈ പലതരം ഫ്രൂട്ട്സുകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. അത് നമ്മൾ ശരിക്കും നമ്മൾ ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, അതായത് ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം, കംബോഡിയ, ലാവോസ്, സ്പെയിൻ, ബ്രസീൽ, ഇതൊക്കെ നമ്മൾ ശരിക്കും സെയിം ഇതേ കേരള ക്ലൈമറ്റാണ്. കേരള ക്ലൈമറ്റ് എന്ന് പറയാം. അപ്പോൾ അവിടെയുള്ള എല്ലാ സാധനം 100% ഇവിടെ വിജയിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ പരീക്ഷിച്ച് വിജയിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്തത്. ഇപ്പോൾ റഷീദ് ഖാൻ, നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകർ, അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള പിന്തുണയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തിൽ ആവശ്യം? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റംബുട്ടാന്, മാംഗോസിന്, അതേപോലെ പിന്നെ ഒരുപാട് ഫ്രൂട്ട്സുകൾ നല്ല ഇവിടെ, അതായത് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് പഴങ്ങൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഈ ദുരിയാൻ ഫ്രൂട്ടൊക്കെ പിന്നെ എന്തായാലും നമ്മളെ ക്ലൈമറ്റിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇത് ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡിൽ എന്നോ കാലങ്ങളോളം, ഞാനിപ്പോൾ മലേഷ്യ പോയി വന്നപ്പോൾ 100 വർഷം വരെ പഴക്കമുള്ള മരങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഇത് എത്ര കാലം കഴിഞ്ഞിട്ടും അവിടെ ഈ ദുരിയാൻ വേൾഡ് മൊത്തം ഡിമാൻഡിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ക്ലൈമറ്റിക്ക് പറ്റിയൊരു, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോട്ടയം സൈഡിലൊക്കെ റംബൂട്ടാനൊക്കെ വെട്ടിയിപ്പോൾ ദുരിയാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെയുള്ള ഓരോ ഫ്രൂട്ട്സും നല്ലതും നമുക്കിവിടെ വാണിജ്യോത്സവം ചെയ്യാൻ പറ്റും. നല്ല സെലക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സിന് ഒരു ഗവൺമെൻറ് സപ്പോർട്ട്, ഒരു സബ്സിഡി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കേരളം ശരിക്കും വേൾഡിൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു ഇതായിട്ട് തന്നെ മാറും. എന്തായാലും ഇവിടെ വരുന്ന എല്ലാ ഫ്രൂട്ട്സിലും വിഷത്തോട് കൂടിയിട്ടാണ് വരുന്നത്. അത് നമ്മൾക്ക് നല്ലതിൽ ജൈവ വളങ്ങൾ കൊടുത്തിട്ടും ജൈവ കീടനാശിനി കൊടുത്തിട്ടൊക്കെ ഇവിടെ വിജയിപ്പിച്ചെടുത്താൽ നമുക്ക് നല്ല ഭക്ഷണവും നല്ല ആരോഗ്യത്തോടു കൂടി കഴിയാം. അപ്പോൾ എന്തായാലും റഷീദ് ഖാൻ പറഞ്ഞതുപോലെ എല്ലാവരും വീടുകളിൽ ഇത്തരം നല്ല നല്ല ഫ്രൂട്ടുകളും മറ്റും വെച്ചുപിടിപ്പിക്കുക, വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
മലപ്പുറത്ത് നിന്ന് കൃഷ്ണകുമാറിനൊപ്പം വി സോണൽ കൃഷ്ണ, ജനം.